ഇന്ന് നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചൂരമീനാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത്. 1 കിലോ ചൂരയാണിത്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ സമയം ഒരു 11 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് എടുത്തോട് കൂടിയിട്ട് ബഹളമൊക്കെ തുടങ്ങി. മീൻ കഴിക്കാൻ സമയമായി പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഈ ഗ്രില്ലിൻ്റെ ഉള്ളിൽ നിന്ന് നേരാക്കുന്ന സമയത്ത് അവരിങ്ങനെ വന്ന് പൊത്തിപ്പിടിച്ച് കയറി ഇങ്ങനെ വാങ്ങണതൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. വേട്ടയാടി പിടിക്കുന്ന ഫീലിംഗ് അവർക്ക് കിട്ടും തോന്നുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ കൊടുക്കും ചെയ്യട്ടോ. അവരെന്തോ കഷ്ടപ്പെട്ട് വേട്ടയാടി പിടിച്ചിട്ട് വരുന്ന പോലെയൊക്കെയാണ് അവരുടെ ഭാവം ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ടൊക്കെ ഓരോന്ന് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത് അവിടെ വന്നിരുന്ന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബൊമ്മിക്കുട്ടിയൊക്കെ ഇതാ തലയായിട്ട് ഇങ്ങനെ യുദ്ധത്തിലാണ്. അപ്പോൾ പച്ചമീൻ കൊടുക്കരുത് എന്നൊക്കെ കുറേ പേര് പറയാറൊക്കെ ഉണ്ട് കേട്ടോ. പച്ചമീൻ കൊടുക്കണോണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റ് ഒന്നും പൂച്ചക്കുട്ടികൾക്ക് കൊടുക്കാറില്ല. 3-4 വട്ടമൊക്കെ നന്നായിട്ട് കഴുകിയിട്ടാണ് കേട്ടോ കൊടുക്കുക. പിന്നെ നമ്മൾ മീനിൻ്റെ തലയൊന്നും ഞാൻ വേവിക്കാറില്ല കേട്ടോ. എനിക്കതൊന്നും തീരെ ഇഷ്ടമല്ല. ഞാനിതൊന്നും കഴിക്കാത്ത കാരണം കൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാലും അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ദിവസം എടുത്തിട്ടും പിടിച്ചിട്ടും ക്ലീൻ ചെയ്തിട്ടും അങ്ങനെ ഇരിക്കണത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ മീൻ തല തിന്നുന്ന സമയത്ത് നമ്മുടെ ഉണ്ണി ഉണ്ടല്ലോ, ചമ്പിക്കുട്ടിയുടെ ഉണ്ണി, അവൻ അവിടെ ഇങ്ങനെ കിടക്കണം കേട്ടോ. കാരണം അവൻ കഴിക്കാറായിട്ടില്ല. എന്നാൽ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് ചോറൊക്കെ മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുമ്പോൾ കുറേശ്ശെ വന്ന് കഴിക്കണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഓരോരുത്തർ 2-3 തലയൊക്കെ കഴിച്ചിട്ടും അവർക്ക് മതിയായിട്ടില്ല കേട്ടോ. കുറിഞ്ഞിക്കൊക്കെ പച്ചമീൻ എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ് കേട്ടോ. അപ്പോൾ അവർക്ക് അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവരുടെ ആ വയറൊക്കെ നിറഞ്ഞ് അവരങ്ങനെ തൃപ്തിയോട് കൂടിയിട്ട് അങ്ങനെ കയ്യും ഒക്കെ ഇങ്ങനെ നക്കി തുടച്ച് കിടക്കും. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അത് രാവിലെ എണീറ്റിട്ട് ഞാനൊരു 6 മണിയായിട്ടില്ല കേട്ടോ. അതാണ് ഇത്ര ഇരുട്ട്. അപ്പോൾ രാവിലെ കാറ്റ് ഫുഡൊക്കെ കൊടുത്തുട്ടോ. അപ്പോൾ ഈ ബൊമ്മിക്കുട്ടി രാവിലെ കാറ്റ് ഫുഡൊന്നും അങ്ങനെ കഴിക്കില്ല. കുറിഞ്ഞും ചില ദിവസം കഴിക്കാറില്ല. പക്ഷെ ഇന്നെന്തോ ഇരുന്ന് കഴിച്ചു കേട്ടോ. ഇന്ന് ഇവർ 2 പേരാണ് കേട്ടോ രാവിലെ കാറ്റ് ഫുഡ് കിട്ടാതിരുന്ന് കഴിഞ്ഞാൽ ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാർ. ചമ്പിക്കുട്ടി ബബിളിക്കുട്ടനാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറിഞ്ഞി ഇപ്പം എന്താണെന്ന് അറിയില്ല ഇരുന്ന് കഴിക്കണമെങ്കിൽ ഉണ്ട്. ബൊമ്മിക്കുട്ടിക്ക് ഇപ്പോൾ കാറ്റ് ഫുഡ് എടുത്തിട്ട് ഞാൻ പിന്നാലെ നടക്കണം കേട്ടോ കഴിക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ അവള് എന്താ ഒരു പല്ലി പിടിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ, മീറ്ററിൽ ഒരു പല്ലി ഉണ്ട് കേട്ടോ. അപ്പം അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ബൊമ്മിക്കുട്ടിക്ക് ഇതാണ് കേട്ടോ പണി. ഓന്ത്, തവള അതിനൊക്കെ പിടിച്ചു കൊന്നിടുന്ന പരിപാടിയാണ്. കഴിക്കണില്ല കേട്ടോ. ചില ചമ്പിക്കുട്ടിക്ക് കഴിക്കണ്ടോന്ന് എനിക്കറിയില്ല. ബൊമ്മിക്കുട്ടി കഴിക്കണ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതാ കുറിഞ്ഞി കാറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് മതിലിന് മുകളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ചമ്പിക്കുട്ടിയുടെ ഉണ്ണീനെ തുറന്നു വിടാം. അപ്പൊ അവളല്ല അവനാണ് കേട്ടോ. അതിന്റെ ഉള്ളിലാണ് കേട്ടോ ചമ്പിക്കുട്ടി ഉണ്ണിയും കൂടിയും കിടക്കുക. അപ്പൊ നമ്മൾ കുറേ പൂച്ചകൾ താമസിച്ച സ്ഥലമാണ് കേട്ടോ. അതാ അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ മരപ്പൊടി വെച്ചിട്ടുണ്ട്, കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വന്നപ്പോൾ ഞാൻ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചമ്പിക്കുട്ടി ഉണ്ണിയും കൊണ്ട് താഴത്തേക്ക് പോവാതെ ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ് കേട്ടോ. എന്നോട് ഇവിടെ ഇരിക്കാൻ പറയാണ് കേട്ടോ. അപ്പോൾ ഈ പായയിലൊക്കെ കിടക്കുകയാണ് കേട്ടോ ചമ്പിക്കുട്ടി സാധാരണ പതിവ്. അപ്പോൾ ഇതൊക്കെ രാവിലെ ഉണ്ടായ കാര്യങ്ങളാണ് കേട്ടോ. പിന്നീട് ഞാൻ 11 മണിക്ക് ഒരു മീൻ തലയൊക്കെ കൊടുത്തു. ബാക്കിയുള്ള മീൻ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഒരു മടിയും കാണിക്കരുത് കേട്ടോ.